എപ്പോൾ അധികാരത്തിൽ കയറിയാലും KSRTCക്ക് ഒരു മാറ്റം KB ഗണേഷ് കുമാർ വരുത്തുന്നതാണ്. ഇപ്പോഴും KSRTC ഇപ്പോൾ പ്രൈവറ്റ് ബസ് ഏതാ KSRTC ബസ് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ജനങ്ങൾക്ക് താല്പര്യപ്രകാരം ഒരു ബസ് ഇറക്കിയിരിക്കുന്നു. നമ്മളോടൊപ്പം KB ഗണേഷ് കുമാർ മന്ത്രി ചേരുന്നുണ്ട്. സാറേ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആളുകൾ അത് വലിയ തോതിൽ ഏറ്റെടുത്തു. അത്തരം ബസ്സുകൾ ഇനിയും ഓടുമോ? ധാരാളം വണ്ടി വാങ്ങിക്കും. ഇത്തരത്തിലൊരു 300 വണ്ടി വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോൾ ഓടുന്നതെല്ലാം പഴയ വണ്ടികളാണ്, 15 വർഷം 16 വർഷം കഴിഞ്ഞ വണ്ടികളാണ്. അപ്പോൾ അത്തരം വണ്ടികൾ ഓടുമ്പോൾ ഒരുപാട് ബ്രേക്ക് ഡൗൺ വരും, ഒരുപാട് ഡീസൽ ചിലവ് വരും, പിന്നെ ഒരുപാട് മെയിൻ്റനൻസ് വരുന്നു. അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോക്കൽ ബസ്സുകൾ എപ്പോഴും പഴയ വണ്ടിയാണ് ഓടുന്നത്. വളരെ പഴക്കമുണ്ട് വണ്ടി, 14-15 വർഷമൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ കൊട്ടാരക്കരയിലും പത്തനാപുരത്തൊക്കെ ഓടുന്ന അങ്ങനത്തെ വണ്ടികളാണ്. പക്ഷേ ചെറിയ വണ്ടി വാങ്ങുന്നതിന് ഉദ്ദേശം പുതിയ വണ്ടികൾ വരുന്നതുകൂടി കുറച്ചുകൂടി ചെറിയ വഴികളിലൂടെ പോകാൻ പറ്റും, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും. ഡീസലിൽ തന്നെ ഏതാണ്ട് 3.5 കിലോമീറ്റർ കിട്ടുന്നിടത്ത് 7 കിലോമീറ്റർ മേളിൽ കിട്ടുന്നുണ്ട് ഈ ട്രയൽ വണ്ടിക്ക്. അതുകൊണ്ടെല്ലാം ഒരു ടോട്ടൽ ഒരു മാറ്റം വരുന്ന ഭാഗമായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഇതുപോലെ പുതിയ ഫ്ലൈറ്റ് വരും. ഈ ബസ്സിൻ്റെ ഇതിൽ കമൻറ്റുകൾ ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾ ഇട്ടത് ഇതെങ്കിലും കഴുകി വൃത്തിയാക്കി കൊണ്ടു നടക്കുന്നുള്ളൊരു കമൻറ്റുകളാണ്. ഇല്ല, കഴുകാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കഴുകാൻ ആവശ്യമായ കംപ്രസർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കഴുകുന്നുണ്ടോ നോക്കാൻ വേണ്ടി KSRTC ബസ് സ്റ്റേഷനിലെ വണ്ടി കഴുകൽ, ബസ് സ്റ്റേഷൻ വൃത്തിയാക്കൽ, ടോയ്ലറ്റ് വൃത്തിയാക്കൽ എല്ലാം ചേർത്തുകൊണ്ട് ഹൗസ് കീപ്പിംഗ് വിങ് ഉണ്ടാക്കാൻ പോകണം KSRTC. അതിനുള്ള പരസ്യം ഇപ്പോൾ വരും. ഹൗസ് കീപ്പിംഗ് ഓഫീസറെ വെച്ചിട്ട് എല്ലാ ഡിപ്പോകളിലും പ്രത്യേകം ഹൗസ് കീപ്പിങ്ങിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കും. എന്നിട്ട് ഇത് വൃത്തിയായി ബസ് മാത്രമല്ല, ബസ് കഴുകുന്നതിന് ഇപ്പോൾ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഈ മിറർ കഴുകണം, ഗ്ലാസ് കഴുകണം, അങ്ങനെ വണ്ടിക്ക് അകം കഴുകണം, ഇതിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. അത് ഈ എന്തെങ്കിലും തരത്തിൽ ചെറിയ കഠിനമായ ജോലി ചെയ്യാൻ പറ്റാത്ത സ്റ്റാഫിനെ നമ്മളവിടെ കസേരയിട്ട് ഇരുത്തിയിട്ട് അവർക്ക് വലിയ ജോലി ചെയ്യാൻ പറ്റുന്നത്, അവരിത് ടിക്ക് ചെയ്യണം. അതുകൊണ്ട് കഴുകൽ ഈ മഴയാണ്ടാണ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ കഴുകും, നന്നായി കഴുകും, എല്ലാ ദിവസവും കഴുകാനുള്ള ഏർപ്പാട് ചെയ്യുന്നത്. അതിന് പൈസ കൊടുത്തിട്ടുണ്ട്, അതിന് ആളെ നിയമിച്ചിട്ടുണ്ട്. അവർ ഒരു ബസ് ഇത്ര രൂപ എന്നുള്ള നിലയിൽ കഴുകാൻ കൊടുക്കും. അതോടൊപ്പം നല്ല പവർഫുൾ കംപ്രസർ. പിന്നെ ആരെങ്കിലും ഒന്ന് ബസ്സിനകത്ത് ഛർദ്ദിച്ച് വയ്ക്കുകയും ചെയ്താൽ കൈ കൊണ്ട് കഴുകാൻ പറയുന്നത് മോശമാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് കംപ്രസർ വെച്ച് അടിച്ച് കഴുകാനുള്ള ഹെവി ഡ്യൂട്ടി കംപ്രസർ. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ബസ്സുകളിൽ വേഗപ്പൂട്ടുകൾ ഘടിപ്പിച്ച ബസ്സുകളാണുള്ളത്, പക്ഷേ അത് പലരും ഡിസ്കണക്ട് ചെയ്ത് ഓടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് നടപടികൾ കർശനമായിട്ട് പിടിക്കും. ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ പിടിച്ചത് ഈ ടിപ്പർ ലോറിയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ TV ഓൺ ചെയ്താൽ നിങ്ങളുടെ വാർത്ത കാണുമ്പോൾ ഒരു ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 പേരെങ്കിലും ടിപ്പർ ഇടിച്ച് മരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2-4 ആഴ്ചയായിട്ട് അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്യണം. പത്രം കണ്ടാലും ചാനൽ കണ്ടാലും ഈ ടിപ്പർ ഇടിച്ച് മരിക്കുന്നവരുടെ എണ്ണം കുറയാൻ കാരണം എല്ലാ ടിപ്പറും 9 ടിപ്പർ പരിശോധിച്ചാൽ 9ലും വേഗപ്പൂട്ട് അഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം തിരിച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ ഒരു ഗ്യാങ് ഉണ്ട്, ഏജൻസി ഒരു ഗ്യാങ് ഉണ്ട്. അവരെ പിടിക്കും, ഞങ്ങൾ പിടിച്ച് അവരെ ക്രിമിനൽ കേസ് പ്രതിയാക്കി അകത്താക്കും. ഇത് കട്ട് ചെയ്യുന്നതല്ല, ഈ കട്ട് ചെയ്തെന്നുണ്ട് അത് വളരെ എളുപ്പമാണ്. പക്ഷേ പുതിയ മോഡലുകളിൽ ഇത് എഞ്ചിനകത്ത് കയറി തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്യൂണിങ് മാറ്റണം. കമ്പനിയാണ് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ കമ്പനിയുടെ ഡീലർഷിപ്പ് റദ്ദാക്കും. ഇപ്പോൾ ഒരു പ്രത്യേക കമ്പനിയുടെ കൊല്ലത്തുള്ളൊരു ഡീലർ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഡീലർ കട്ട് ചെയ്താൽ അയാളെ കട്ട് ചെയ്യും. അതിനുള്ള അധികാരം RTI ഉണ്ട്, ട്രാൻസ്പോർട്ട് കമ്മീഷനുണ്ട്. അത് ഉപയോഗിക്കും. വെളിയിൽ നിന്നുള്ള ആളാണെങ്കിൽ അവരെ പിടിച്ച് ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ സർക്കുലർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ എല്ലാവരും തിരിച്ചു പിടിപ്പിച്ചത് കൊണ്ടാണ് അപകടം കുറഞ്ഞത്. ഈ ഓവർലോഡല്ല മനുഷ്യനെ കൊല്ലുന്നത്, ഓവർ സ്പീഡാണ്. ഓവർലോഡ് കൊണ്ടുള്ള കുഴപ്പം തറ ഒളിഞ്ഞു പോകുന്നുള്ളൂ. സമയപരിധികളും നമ്മൾ പരിശോധിക്കും. ഏതിൻ്റെ? യൂണിറ്റ് പെർമിറ്റ് കൊടുക്കുന്ന സമയം ബസ്സിൻ്റെ ഈ വലിച്ചുവാരി കൊടുക്കുന്ന പെർമിറ്റ് അവസാനിക്കും. ഇപ്പം MLA-മാർക്കെല്ലാം കത്ത് കൊടുത്തിട്ടുണ്ട്, നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റൂട്ട് ഫോർമുലേഷൻ വരെയാണ്. കേരളത്തിൽ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് സംവിധാനം, ത്രിതല പഞ്ചായത്ത് വന്നതിന് ശേഷം ഒരുപാട് ചെറിയ റോഡുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ചെറിയ റോഡുകൾ സ്വകാര്യ വ്യക്തികൾക്ക് ചെറിയ ബസ് വാങ്ങി സ്വയം തൊഴിൽ കണ്ടെത്തുന്ന രീതിയിൽ വണ്ടി ഓടിക്കത്തക്കതിൽ റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ MLA-മാർ അധ്യക്ഷരായി ഒരു കമ്മിറ്റി കൂടുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ RTO, ജോയിൻ്റ് RTO ആയിരിക്കും അതിൻ്റെ കൺവീനർ. എല്ലാവർക്കും കത്ത് വിശദമായി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു 12-ാം തീയതി അസംബ്ലി കഴിയുമ്പോൾ അവരെല്ലാം യോഗം ചേരാൻ തുടങ്ങും. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ഇതുവരെ ബസ് എത്തിച്ചേരാത്ത എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പ്രൈവറ്റ് ബസ് പോകുന്ന വഴികൾ, KSRTC പോകുന്ന വഴികൾ, ഇത് 2 കൂട്ടരും കൂടി പോകുന്ന വഴികൾ. ഇത് പോയിട്ട് കേരളത്തിൽ 3/2 ഭാഗം റോഡുകളിൽ, PWD പഞ്ചായത്ത് റോഡുകളിൽ പൊതുഗതാഗതമില്ല. അത് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. അതിന് അവസരം കൊടുക്കുകയാണ്. റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്ത് വയ്ക്കും, ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ലാഭകരമായ റൂട്ട് MLA-മാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് ഉണ്ടാക്കണം. അതുപോലെ ജീവനം ഉണ്ടാക്കിയില്ലെങ്കിൽ ആരും എടുക്കില്ല. കാരണം കുറച്ച് ദൂരം ഓടുമ്പോൾ ലാഭവും, കുറച്ച് ദൂരം ഓടുമ്പോൾ ഇച്ചിരി പൈസ കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള റോഡിൽ കൂടെ ഓടണം പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ കളക്ഷൻ കിട്ടുന്ന ഒരു റോഡിൽ കൂടി അവർ കടന്നു പോകാനുള്ള അത്തരത്തിലുള്ള റൂട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ആളുകൾ ഇത് എടുക്കും. ഒരു ചെറുപ്പക്കാരന് നിയമസഭയിൽ ഞാൻ പറഞ്ഞു 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ബസ് വാങ്ങി ടാക്സ് അടച്ച് സ്വയം ഓടിക്കുകയോ ഭാര്യയ്ക്കും ഭർത്താവിനും ഡ്രൈവറും കണ്ടക്ടറും ആവുകയോ
അല്ലെങ്കിൽ 2 സുഹൃത്തുക്കൾക്ക് എന്നൊരു ബസ് എടുക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു അവസരം കൊടുക്കുക. നമ്മുടെ മിനി ബസിന്റെ ഒരു ആശയം. മിനി ബസ് നമ്മൾ KSRTC വാങ്ങുന്നതോടൊപ്പം തന്നെ ഈ ചെറിയ ബസ്സുകൾ വാങ്ങി ഓടിക്കാൻ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുക. സ്വയം തൊഴിൽ സ്ത്രീകൾക്ക് 2 സ്ത്രീകളാണെങ്കിൽ അവർ ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഓടിക്കാം. ഈ ചെറിയ ബസ്സാകുമ്പോൾ ഹെവി ലൈസൻസും വേണ്ട ഓടിക്കാനേ. അതുപോലെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ ജീവനക്കാർക്കുള്ള ശമ്പളത്തിന്റെ 2ാം ഗഡു ഈ അടുത്ത് കൊടുക്കും? 2ാം ഗഡു ഉടനെ കൊടുക്കും. പക്ഷേ അതൊരു സംവിധാനം ഒരു 1-2 മാസത്തിനുള്ളിൽ നമ്മൾ റെഗുലറായിട്ട് ആദ്യം തന്നെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള ചർച്ചകൾ അതിൻ്റെ ഒരു ഏറ്റവും ഉന്നതമായൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരുമിച്ച് കൊടുക്കാനുള്ള സംവിധാനം കൊണ്ട് എന്തായാലും ആനവണ്ടി എന്നുള്ളൊരു പേര് മാറിക്കിട്ടുന്നു തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്ക് റിപ്പോർട്ടർ ദിലീപ് ദസ്യ, ഇൻ റിപ്പോർട്ടർ കൊല്ലം.